ഗൈസ്, ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടാളും മാത്രമായിട്ട് എറണാകുളം വരെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോകണം. നിലമ്പൂരിൽ നിന്ന് 9:30 കേട്ടോ ട്രെയിൻ. ഞങ്ങൾ ധൃതി പിടിച്ച് പോയി. ഞങ്ങൾക്ക് ട്രെയിൻ എന്തായാലും കിട്ടി, സീറ്റും കിട്ടി. ഏകദേശം ഒരു 1:30 ആയപ്പോൾ നമ്മൾ എറണാകുളം എത്തിയിട്ടോ. എറണാകുളം നോർത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ച് നേരെ ഞങ്ങൾ രണ്ടാളും നടന്ന് എവിടെ റൂം എടുക്കണമല്ലോ അതിന് വേണ്ടി പോയി. 2 സ്ഥലത്തൊക്കെ ചോദിച്ചു. അപ്പോൾ അവിടെ ഒന്നിൽ റൂം ഉണ്ടായിരുന്നില്ല, പിന്നെ ഒന്നിൽ റൂം കണ്ടിട്ട് അത്ര ഒരു പന്തി തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വേണ്ട. പിന്നെ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോയപ്പോൾ ഉമീസ് റെസിഡൻസിൻ്റെ ഓപ്പോസിറ്റ് കണ്ടാണ് ഇതുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല റൂമായിരുന്നു, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമായിരുന്നു കേട്ടോ. ട്രെയിനിന് ഞാൻ കുറച്ചൊക്കെ ഉറങ്ങിയായിരുന്നു, കാരണം തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ചെന്ന പടവസാനം കേട്ടോ ഉറങ്ങിയത്. രാവിലെ പിന്നെ ഞങ്ങൾ കറക്കം സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അത്ര അങ്ങോട്ട് പ്ലാനിങ് ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. നേരെ പോകണം, കപ്പൽ യാത്ര, അതൊക്കെയായിരുന്നു ഞങ്ങൾ മൈൻഡിലുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കണല്ലോ, രാവിലത്തെ ചായ കുടിക്ക് വേണ്ടിയിട്ട് എവിടെ നല്ലതുണ്ടേ നോക്കിയാണ്. അപ്പോൾ ഇവിടെ കഴിക്കാനൊന്നും തോന്നുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ ചായ മാത്രം കുടിച്ചിട്ട് നേരെ ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്ത് കനോലിപ്ലോട്ടല്ല, നമ്മളുടെ മറൈൻ ഡ്രൈവിലേക്ക് പോയി കേട്ടോ. ശരിക്കും ഈ മറൈൻ ഡ്രൈവിലൊക്കെ രാവിലെയും അതുപോലെ തന്നെ രാത്രി ടൈമിലൊക്കെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അതിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി നല്ല നൂൽപുട്ടും മുട്ടക്കറിയും കഴിച്ചു. അത് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. ഏത് ഹോട്ടലിൽ കയറിയതെന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും മറൈൻ ഡ്രൈവിലേക്ക് പോയിട്ടോ. ഞങ്ങൾക്കൊരു പറ്റി ഞങ്ങൾ ചെന്നിട്ട് ബോട്ടിൻ്റെ റേറ്റ് ഒക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 1 മണിക്കുണ്ട്, 1 മണിക്കല്ല 12 മണിക്കുണ്ട്. 12 മണിക്ക് പോയി കഴിഞ്ഞാൽ 2 മണിക്കൂർ കഴിഞ്ഞാൽ തിരിച്ചു വരുന്നു പറഞ്ഞു. അപ്പോൾ ഓക്കെ, എന്നാൽ ഞങ്ങൾ 12 മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 10 മണിക്ക് അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല അവിടെ ബുക്ക് ചെയ്തിട്ട് പോകണമെന്ന്. നിങ്ങൾ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ അത് ആദ്യം ചെന്നിട്ട് നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പോകാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെല്ലുമ്പോൾ അത് ഫിൽ ആയിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 12 മണിൻ്റെ കംപ്ലീറ്റ് ആയി, ഇനി അതിനകത്ത് സീറ്റ് ഉണ്ടാവില്ല. നമ്മൾ ചോദിച്ചു പിന്നെ എപ്പോഴാണെന്നുള്ളത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 2 മണിക്കുണ്ട്. 2 മണിക്ക് പോയി കഴിഞ്ഞാൽ 5 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചെത്തുന്നതുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ഓക്കെ, അതിന് ബുക്ക് ചെയ്തിട്ടാന്ന് വിചാരിച്ചു. കാരണം അതിനും ബുക്ക് ചെയ്തിട്ടില്ല പിന്നെ നമുക്കത് കിട്ടില്ല. അതുകൊണ്ട് അത് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ വെറുതെ നടന്നു. പിന്നെ ഞങ്ങൾ നേരെ എന്ത് ചെയ്തു, 2 മണിക്കാണല്ലോ, അപ്പോൾ സമയം ഏകദേശം 12 മണി ആവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ നേരെ വിട്ടു നമ്മളുടെ ഫോർട്ട് കൊച്ചിക്ക് അവിടെ നമ്മൾ വാട്ടർ മെട്രോയൊക്കെ കയറി നേരെ പോയി. പിന്നെ കുറച്ചു നേരം ഫോർട്ട് കൊച്ചിയിലൊക്കെ ചുറ്റിക്കറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു പോകുന്നുണ്ട്. തിരിച്ച് പോന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ മൊമോസിന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു മൊമോസ് കൂടെ കഴിക്കാം. അപ്പോൾ ഞങ്ങൾ നേരെ മൊമോസ് കൂടെ കയറി കഴിച്ചു. പക്ഷേ തീരെ രസമില്ലായിരുന്നു. ഞങ്ങൾ എങ്ങനെ കഴിച്ച് തീർത്തു എന്നൊക്കെ പറയാം, അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ 2 മണീൻ്റെ ബോട്ടിൽ കയറിയിട്ടോ. 2 മണീൻ്റെ ബോട്ടിൽ കയറിയപ്പോൾ അവർ ഞങ്ങൾക്ക് ചായയും സ്നാക്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ കുറേ പാട്ടുകളും മാജിക്കും അങ്ങനത്തെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ യാത്ര എന്തായാലും. പിന്നെ പറയാൻ വിട്ടു, ഞങ്ങൾ മിനാർ ക്രൂയിസിലായിരുന്നു കേട്ടോ കയറിയിരുന്ന. അടിപൊളി യാത്രയൊക്കെ. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഓരോ ബർഗർ ഓർഡർ ചെയ്തു കേട്ടോ, ഫുഡ്. പിന്നെ ഞങ്ങൾ ഉറക്കം കഴിഞ്ഞിട്ടൊന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടൊന്ന് പുറത്തിറങ്ങാം എന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു, ബർഗറാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ 2 ഓർഡർ ചെയ്തപ്പോൾ ഒന്ന് ഫ്രീ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതിലേതാണ് ഫ്രീ ഇട്ടതെന്നൊക്കെ പറയായിരുന്നേ. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നല്ലൊരു ഉറക്കം ഉറങ്ങി. പിന്നെ നീക്കുന്നത് 12 മണിക്കാണ്. 12 മണീൻ്റെ ട്രെയിനിൻ്റെ ടൈം നോക്കിയപ്പോൾ 12:30 ട്രെയിൻ വരുന്നുണ്ട്. അടുത്ത് തന്നെയാണ്, എങ്കിലും ഞങ്ങൾക്ക് വേഗം പോയി ടിക്കറ്റൊക്കെ എടുക്കേണ്ടി വെച്ചിട്ട് ഞങ്ങൾ വേഗം നടന്നു പോകുന്ന നേരത്താണ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ് 12 മണിന്ന് കണ്ടത് കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്ത് ബാക്കി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ഇരുന്ന് കുറേ നേരം.